അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇത് നമ്മുടെ ഒരു പുതിയ ആദ്യത്തെ വീഡിയോ ആണ് ഗായ്സ്. നിങ്ങൾക്ക് എൻ്റെ ഒരു വേറെ ചാനലും ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് GTA ലൈക്ക് ഒരു ഗെയിമായിട്ടാണ്. ഇതിൻ്റെ പേര് LIC എന്നാണ് ഗൈസ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഗെയിമിനകത്തൊരു പാവപ്പെട്ടവരാണ് ഗൈസ്. ഞാനും എൻ്റെ ഫ്രണ്ട് കിച്ചു. അപ്പോഴേക്കും ഗൈസ്, നമുക്കാണ് കുപ്പത്തൊട്ടിൽ നിന്ന് കിട്ടിയ ജാക്കറ്റും കുപ്പത്തൊട്ടിൽ നിന്ന് കിട്ടിയ മാസ്കും ഒക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വണ്ടി പോലും ഇല്ല ഗൈസ്. ഞങ്ങൾ ഉറങ്ങുന്നത് തന്നെ ഈ സ്ഥലത്താണ്. ഇവരൊക്കെ തന്നെ ഞങ്ങളെ തന്നെ തട്ടിയിട്ടിടും. കണ്ടില്ലേ ഗൈസ്, ഫോൺ നോക്കിയോണ്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഫോൺ ഉണ്ട് ഗൈസ്, ചെറിയ നോക്കിയുടെ ഫോണാന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളാണ് വലിയ ഫോണിൻ്റെ കവറിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് വലിയ ഫോൺ പോലെയൊക്കെ ഗൈസ്. അപ്പോഴേക്കും നമ്മളൊന്ന് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ മണി സ്റ്റീൽ ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോഴേക്കും നമുക്ക് സ്റ്റീൽ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആൾക്കാരെ കണ്ടുപിടിക്കണം ഗൈസ്. എഴുന്നേക്കടാ, വാടാ. എടാ, നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് സ്റ്റീൽ ചെയ്യണമല്ലോ. നീ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വല്ല കിട്ടുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നീ നേരെ ഹോസ്പിറ്റലിലേക്ക് കിട്ടും ഗൈസ്. അവൻ നടന്നു പോയിട്ടുണ്ട് ഗൈസ്. അവൻ ഓടിയാണ് ഗൈസ് പോകുന്നത്. നമുക്ക് നേരെ പോയി ചേച്ചിയുടെ ബാഗ് അങ്ങ് മോഷ്ടിച്ചെടുക്കാം. ബാഗല്ല ഗൈസ്, എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചെടുക്കാം ഗൈസ്. നമ്മൾ ഈ ചേച്ചി അറിയാതെ ചേച്ചിയുടെ പുറകെ പോകുന്നുണ്ട് ഗൈസ്. ഗൈസ്, അങ്ങനെ നമുക്ക് കിട്ടി ഗൈസ്. നമ്മളെ ബാഗിനകത്തോട്ട് നമ്മൾ പണമൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. $1000 എന്തോ ഉണ്ടായിരുന്നു ഗൈസ്. സാരമില്ല ഗൈസ്, നമ്മൾ പാവപ്പെട്ടവരുണ്ട്, നമുക്ക് കിട്ടി ഗൈസ്. ആരോ വിളിക്കുന്നുണ്ട് ഗൈസ്, നമുക്ക് അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോടാ, എനിക്ക് ഒരു $10,000 കിട്ടിയിട്ടുണ്ട്. $10,000? ഞാൻ എടുത്തതിൻ്റെ ബാങ്ക് നോക്കിക്കാൻ കയറിയപ്പോൾ അവൾ ചുമ്മാ വിളിച്ചു. ആരും കാണാതെ ഞാൻ എടുക്കുന്നത് എടുത്തോ. എടാ മോനെ, നമ്മളെടാ എനിക്ക് $1000 കിട്ടിയടാ ചേച്ചിയുടെ കയ്യിൽ നിന്ന്. ആണോ? എന്നാ നമുക്ക് പൊളിക്കാം. നമുക്കൊരു വണ്ടി അങ്ങ് മേടിക്കണം. ഒരു വണ്ടിക്കടയുണ്ട്. ആ വണ്ടിക്കട വലിയ സാധനങ്ങൾ, വലിയ വണ്ടിയൊന്നുമില്ല. 2 വണ്ടിയും കടേ ഉള്ളൂ ബാക്കി. നമുക്ക് 2 വണ്ടി, അതിലേതെങ്കിലും ഒരു കാറോ ബൈക്കോ വല്ല ചെന്ന് എടുക്കാമല്ലോ. ഞാൻ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ആണോ? എന്നാൽ ഞാനും നീ ഇങ്ങോട്ട് വാ. വീടിൻ്റെ നമ്മുടെ പറശ്ശിനിയേട്ടൻ്റെ വീടിൻ്റെ അങ്ങോട്ട് വാ. ഞാൻ അവിടെ ഉണ്ട്. ശരി. അവിടെ നിനക്ക് പൈസ കിട്ടിയല്ലേ? ആണോ? എന്നാ പിന്നെ നമുക്ക് കാറ് ഒന്ന് കയ്യോടങ്ങ് മേടിച്ചേക്കാം. വാ, എൻ്റെ പുറകെ പോയത് ഇവിടെ ഉണ്ടെന്നാ എൻ്റെ അറിവിൽ. ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല വലുതായിട്ട്. ഈ സിറ്റിയൊന്നും വലുതായിട്ട് പോയിട്ടില്ല. നമ്മൾ ആലൊക്കെ കഴിക്കും ഗൈസ്. ഓ, കട എത്തിയടാ. ഈ 2 പേട്ട വണ്ടിയുള്ള ഒരു ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ചേട്ടാ, എന്താ ചേട്ടാ, ഈ വണ്ടിക്ക് എത്ര രൂപയാവും? ഈ വണ്ടിക്ക് ഈ 900-ന് 3000 രൂപ. ഈ ബൈക്കിനോ? ബൈക്കിന് $2 ലക്ഷം. $2 ലക്ഷമോ? ബൈക്ക് കുറച്ച് കൂടിയ ബൈക്കാ. ഇതിനകത്ത് ഏതായിട്ട് നിങ്ങൾ മേടിച്ചോ? ഞാൻ പൈസ ഇവിടെ വെച്ചോ, ഞാൻ പോവാ. ആണോ? അതിനെ പറ്റി പോകുന്നേ? ഭാര്യയ്ക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ പോവാ. ആണോ? എന്നാ ഇപ്പോൾ കുഴപ്പമില്ല. മതി, വാ. നീ കയറി. കേറിക്കോ, നീ കേറിക്കോ. ഇതിന് ഒരു ഹെൽമെറ്റ് ഒക്കെ, ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ ഉള്ളതാ. പൊട്ട വണ്ടിയാ. ഓക്കെ, കുഴപ്പമില്ലാത്ത വണ്ടിയാ, ഓടൊക്കെ ചെയ്യും. A few moments later. നമുക്ക് ആഘോഷിച്ചാലോ കുറച്ചങ്ങോട്ട്? ഒരു കുപ്പിയൊക്കെ മേടിച്ചാലോ? നമ്മുടെ അവറാച്ചൻ ചേട്ടൻ്റെ കടയിൽ പോട്ടെ. ഇവിടെ അല്ലേ അവറാച്ചേട്ടാ? ഇവിടെയാണോ? കവത്തിടാ. എനിക്ക് എന്തോ പോലെ തലയൊക്കെ കറങ്ങുന്നുണ്ടോ? ശരി, അയ്യോ വീഴേ പോലെ. അയ്യോ തട്ടുക. തല കറങ്ങുന്ന താഴെ വീഴാറൊക്കെയാ അവിടെ. വീണ്ടുണ്ട്. കേറിടാ. ഞാൻ കേറിയിട്ടുണ്ടോ?
വണ്ടി ഓടിക്കടാ. അയ്യോടാ എടാ, നല്ല ഡ്രൈവിംഗ് ആണല്ലോടാ. അയ്യോടാ ഓടിക്കാൻ പറ്റുന്നില്ല. എന്നെ വയ്യാടാ പോന്ന ആമയോ സീന്. എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. അയ്യോടാ എടാ എടാ എഴുന്നേക്കടാ. എടാ എന്താണ് സംഭവിച്ചേ? ഓ നമ്മ ഇവിടെ നിൽക്കുന്നേ. ഓ